ഓണക്കാലത്ത് ഉപഭോക്താക്കളെ വലച്ച സബ്സിഡിയുള്ള സാധനങ്ങൾക്ക് സപ്ലൈകോ വീണ്ടും വില കൂട്ടി. മട്ടാരി, പഞ്ചസാര, തുവരപ്പരിപ്പ് തുടങ്ങിയവയ്ക്കാണ് വില കൂട്ടിയത്. പൊതുവിപണിയിലെ വില കണക്കിലെടുത്താണ് വില കൂട്ടുന്നതെന്നാണ് ഉത്തരവ്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ലെന്ന് ഭക്ഷ്യമന്ത്രി ജി.ആർ. അനിൽ പറഞ്ഞു. പൊതുവിപണിയിലുണ്ടാകുന്ന വിലവർധന പിടിച്ചു നിർത്താൻ സർക്കാർ ഇടപെടലുണ്ടാകുമെന്ന് ഭക്ഷ്യമന്ത്രി പറഞ്ഞിട്ട് 3 ദിവസം. മന്ത്രിയുടെ ഉറപ്പിന് പിന്നാലെ രണ്ടാം നാൾ സപ്ലൈകോയിലെ സബ്സിഡിയുള്ള 3 ഇന സാധനങ്ങൾക്ക് വില കൂട്ടി. 30 രൂപയുണ്ടായിരുന്ന മട്ടയരിക്ക് 33 രൂപയായി. 1 കിലോ പഞ്ചസാര വില 36 രൂപ. പാക്കിംഗ് ചാർജ് നികുതിയും ഉൾപ്പെടുത്തിയാൽ 1 കിലോയ്ക്ക് നൽകേണ്ടത് 36 രൂപ 76 പൈസ. തുവരപ്പരിപ്പിന് 111 നിന്ന് 4 രൂപ കൂടി 115 ചെറുപയർ 92 നിന്ന് 90 കുറച്ചും മുളക് 78 നിന്ന് 75 ആക്കിയതും മാത്രമാണ് തെല്ലൊരാശ്വാസം. വില കൂട്ടിയതിനെ മന്ത്രി ന്യായീകരിച്ചു. ചെറിയ ക്രമീകരണങ്ങൾ മാത്രമാണ്. ആ കൂട്ടുകയും ചെയ്യുന്നുണ്ട്, കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. 3 ഉൽപ്പന്നങ്ങൾക്ക് ചെറിയ വ്യത്യാസം വരുത്തി. അതല്ലാതെ ടോട്ടൽ എടുത്തു നോക്കിയാൽ 400-ലധികം രൂപയുടെ ഡിഫറൻസ് ഈ 13 ഉൽപ്പന്നങ്ങളിൽ നിന്ന് മാത്രം ജനങ്ങൾക്ക് കിട്ടുകയാണ്. ഓണം പ്രമാണിച്ച് എല്ലാ സാധനങ്ങളും സപ്ലൈകോയിൽ എത്തിച്ചതിന് പിന്നാലെയാണ് വില കൂട്ടിയത്. പൊതുവിപണിയേക്കാൾ വിലക്കുറവ് സപ്ലൈകോയിലുണ്ടെങ്കിലും അവശ്യ സാധനങ്ങളുടെ വില കൂട്ടിയത് സാധാരണക്കാരന്റെ കുടുംബ ബജറ്റിനെ സാരമായി ബാധിക്കും. പിന്നെ ബുദ്ധിമുട്ടല്ലേ അത്? മേടിക്കാതിരിക്കാൻ ഒക്കത്തില്ലല്ലേ, മേടിച്ചല്ലേ പറ്റൂ. പച്ചരിയുടെ വില കൂട്ടാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്ന പഞ്ചസാരയുടെ വിലയും കൂട്ടും. മീഡിയ 1 തിരുവനന്തപുരം.